ഹലോ മച്ചന്മാരെ, അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഈ കയറി ചെല്ലുന്നത് നമ്മുടെ എരുമൂട്ടിലുള്ള നമ്മുടെ സ്വന്തം ചായ കഫേയിലേക്കാണ്. ഏകദേശം 2-3 മാസമായി ഉണ്ടാവും നമ്മുടെ ഈ കടയുടെ ഉടമസ്ഥനായിട്ടുള്ള അഫ്സലിക്ക ഇവിടുത്തെ പുതിയ ഐറ്റംസ് ഒക്കെ ഒന്ന് വന്ന് കഴിച്ച അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും സിംഗർ ബർഗറും മൊജിറ്റോസുമാണ്. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാൻ അതൊക്കെ ഉണ്ടാക്കണമെന്ന് കാണാൻ കയറിയിട്ടാണ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന ബായുടെ പേര് വാങ്ഡേ എന്നാണ്. അങ്ങനെ നമ്മൾ കിച്ചണിൽ കയറി നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫ്രൈഡ് റൈസും ലോഡഡ് ഫ്രൈസും ബർഗറും അതുപോലെ മൊജിറ്റോസും ഇതൊക്കെ ഉണ്ടാക്കണം. അങ്ങോട്ട് കണ്ടുണ്ടാക്കി എന്ത് സെറ്റപ്പായിട്ടാണെന്ന് അറിയാം ഇടാ ഉണ്ടാക്കണേ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ നോട്ടം തൂങ്ങി കിടക്കണ അൽഫാമിലേക്കും ചപ്പാത്തി പോലെ പറഞ്ഞിരിക്കുന്നത് ഷവർമയിലേക്കൊന്നും പോയിട്ടാണ്. കാരണം ഇവിടുത്തെ ഇറ്റാലിയൻ ഷവർമയും മെക്സിക്കൻ അൽഫാമും കിഡോ ആയിട്ടാണ്. നമ്മൾ കഴിക്കാൻ പോണ ഐറ്റം എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാക്കണേന്നുള്ളത് നമുക്ക് സുഖമായിട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ വലിയ ഷോയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ബായി നമ്മൾ പറഞ്ഞിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ സെറ്റായതിനു ശേഷം ഞാൻ മെല്ലെ കഴിക്കണ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നിരുന്നപ്പോഴേക്കും നമ്മുടെ ഐറ്റംസ് വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അറഞ്ചം പറഞ്ചം പെട്ട തുടങ്ങി. ഞാൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്തത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ആണ്. എൻ്റെ മോനെ ഇത് വായിൽ വെച്ച് കഴിഞ്ഞിട്ട് കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും ഇതിനെന്തുകൊണ്ടാണ് ഇത്ര ഫാൻസ് ഉണ്ടായെന്ന് മനസ്സിലായേട്ടാ. പിന്നെ നിങ്ങൾ ഈ ചെറിയ ഫ്രൈഡ് റൈസ് ഒന്ന് നോക്കിയേ. ഞാൻ എത്ര ഷോപ്പിൽ കയറിയിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കുന്നതാണെന്ന് അറിയോ, പക്ഷേ ഇതേപോലെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഇത്രയും ചിക്കൻ പീസുള്ള ഫ്രൈഡ് റൈസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. സോസ് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആയിട്ടൊരു പിടി അങ്ങോട്ട് പിടിച്ചപ്പോണ്ടല്ലോ, ഹായ് ഏതാ മൂഡ്. അങ്ങനെ ഫ്രൈഡ് റൈസിനോടുള്ള യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് യാത്ര ചെയ്തത് ബർഗറിലോട്ടാണ്. ഒരു കുഞ്ഞു കഷ്ണം സോസ് ഒഴിച്ചിട്ട് ബർഗറിനെ ഞാൻ കട്ടിച്ചെടുത്തു. ഞാൻ മുന്നേ കഴിച്ച ബർഗറിന് ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു, അത്ര തന്നെയാണ് ഈ ബർഗറിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയേട്ടാ. പിന്നെ ഈ കാണുന്ന മൊജിറ്റോസോടും കുടിച്ചപ്പോണ്ടല്ലോ ഞാൻ അങ്ങോട്ട് സമാധിയായിട്ടാ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ചായ കഫേ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് ബർഗേഴ്സും അതുപോലെ തന്നെ ഷവർമയും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഫുഡ് ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ചായ കഫേയിൽ വരിക, ഇവിടുത്തെ ഐറ്റംസ് എല്ലാതും പരിചയപ്പെടുക, കഴിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അവരെന്നെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ശരി.